ഷോപ്പ് ഫോർ സെയിൽ, റൂം ഫോർ റെന്റ്. 10,000-കണക്കിന് സ്ഥാപനങ്ങളാണ് ഇങ്ങനെ വാടക കൊടുക്കാനുണ്ടെന്നും അടച്ചുപൂട്ടിയതൊക്കെ ആയിട്ടുള്ളത്. വൈദ്യുതി ചാർജ് വർധനവ്, ഭാരിച്ച ചിലവുകള്, സർക്കാർ തലത്തിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലായിക, ഇതൊക്കെയാണ് ചെറുകിട വ്യാപാര മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പുതുതായി കച്ചവടം തുടങ്ങുന്നവരും നിലവിൽ കച്ചവടം ചെയ്യുന്നവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേരളത്തിൽ മുതൽ മുടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറുകിട കച്ചവടക്കാരൻ എല്ലാ ചെലവുകളും നികത്തി വാടക, പണിക്കാരുടെ ശമ്പളം, മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും വൈദ്യുതി ബില്ലിന്റെ ഒരു ഇടിത്തി വരാനുള്ളത്. ഇതുപോലെയൊക്കെയാണ് വൈദ്യുതി ബില്ലിന്റെ. ഏതായാലും ഇതൊന്ന് കണ്ടു നോക്കൂ. എനർജി ചാർജ് 16,440, ഡ്യൂട്ടി 1,644, ഫ്യൂവൽ സർചാർജ് 104.94, ഫിക്സഡ് ചാർജ് 950, മീറ്റർ വാടക 12, റൗണ്ട് ഓഫ് 40, ബിൽ തുക 19,152. അതിനുശേഷം താഴെ ACD 12,168 എന്ന് കാണുന്നുണ്ട്. ലേറ്റ് പേയ്മെന്റ് ഇൻട്രസ്റ്റ് 188, അടയ്ക്കേണ്ട തുക 31,508. എങ്ങനെയാണ് ചെറുകിട വ്യാപാര മേഖല പച്ച പിടിക്കുക സർക്കാരെ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.